ഹായ് കൂട്ടുകാരെ, അജീഷാണ്, ഇടുക്കി ചില്ലീസ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കാഴ്ചകളിലേക്ക് കടന്നു പോവുകയാണ്. ശരിക്കും നമ്മുടെ വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് കൊന്നത്തടി. അപ്പോൾ കൊന്നത്തടിയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ ഇൻസ്റ്റയും ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് യാത്രയായാലോ. ഞാനിപ്പോൾ നിന്നിരിക്കുന്ന സ്പോട്ട് നിങ്ങൾക്ക് കണ്ടേ, ഇതാണ് 5-ാം മൈൽ. 5-ാം മൈലിനടുത്തുള്ള പള്ളിയാണ് ഇത് കേട്ടോ. നമുക്ക് ഈ പള്ളി ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ താഴ്ഭാഗത്ത് മാത്രം ഇരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. വളരെ നല്ല ആംബിയൻസിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രോട്ടോ ഒക്കെ നിർമ്മിച്ച് നല്ല സെറ്റപ്പായിട്ടിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അപ്പം ഈ പള്ളിയുടെ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ തുടങ്ങിയത്. അപ്പം യാത്ര നമുക്ക് തുടരാം അല്ലേ. അപ്പോൾ കല്ലാറുകുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട്, 5-ാം മൈൽ. ഇത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ 5-ാം മൈൽ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കൊന്നത്തടിക്ക് തിരിഞ്ഞു പോകേണ്ടത്. അപ്പം കൊന്നത്തടിക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 2.5-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന്. ഈ കാണുന്ന ചെറിയ ടൗൺ എന്ന് പറയുന്നത് 5-ാം മൈൽ എന്ന് പറയുന്ന കൊച്ചു ടൗണാണ് കേട്ടോ. അപ്പം നേരെ പോയാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കല്ലാറുകുട്ടിയാണ്. നമ്മളിത് ഇവിടുന്ന് തിരിഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന മേഖല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊന്നത്തടിയിലേക്ക്. നമ്മൾ 5-ാം മൈലിൽ നിന്ന് പിന്നെ കൊന്നത്തടിക്കുള്ള വഴിക്കടെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ നല്ല കുത്തനെയുള്ള കുറച്ച് ഇറക്കമൊക്കെ ഇറങ്ങി വേണം നമുക്ക് പോകാൻ കേട്ടോ. ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ തന്നെ ഒരു മഴക്കോളമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ചാറ്റൽ മഴയൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. ഇടുക്കിയിലെ എല്ലാ ഗ്രാമങ്ങളിലുള്ള പോലെ തന്നെ കൊക്കോയും ജാതിയും അതുപോലെ കുരുമുളകും ഏലവും ഒക്കെയുള്ള മിക്സഡ് കൃഷി കേന്ദ്രമാണ് കൊന്നത്തടി കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ നമുക്ക് നല്ല അടിപൊളി വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊന്നത്തടി എന്ന് പറയുന്നത് ഈ സ്ഥലം കേട്ടോ. ഇവിടെ ചെല്ലുന്ന സ്ഥലത്ത് ചെറിയൊരു കവലയാണ്. ഈ കവലയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കല്ലാറുകുട്ടി പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊന്നത്തടി, കല്ലാറുകുട്ടി, വെള്ളത്തൂവൽ. അപ്പം കല്ലാറുകുട്ടിക്കും വെള്ളത്തൂവലിനും താഴോട്ട് പോകാൻ പറ്റും. പക്ഷേ വെള്ളത്തൂവൽ പോകണമെങ്കിൽ പിന്നെ തിരിഞ്ഞു പോകണം. അത് വഴി റിസ്ക്കാണ്. അതിൽ പേരെ നമ്മൾ കൊന്നത്തടി വഴിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതെ ഇവിടെയൊക്കെ ഈ വഴി കൂടെയാണ് നമുക്ക് കല്ലാറുകുട്ടിക്ക് പോകാൻ പറ്റുന്നത്. നമ്മളതേ ഇങ്ങനെ പോവുകയാണ്. നേരെ പോകുന്ന വഴിക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അത്യാവശ്യം റിച്ച് ഏരിയ ആണ് നമ്മുടെ കൊന്നത്തടി കേട്ടോ. നമ്മൾ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഈ വഴി ഇങ്ങനെ പോയിട്ട് കൊന്നത്തടി മരക്കാനം കൂടി പോകാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട് കേട്ടോ. അങ്ങനെ കൂടി നമുക്ക് പൊന്മുടി ഡാമിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് ഇതുവഴി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൊന്നത്തടി വന്നു കഴിഞ്ഞാൽ മുരിക്കാശ്ശേരിയോ അല്ലെങ്കിൽ കമ്പിളികണ്ടോ നെടുകണ്ടോ ഒക്കെ പോയിട്ട് 5-ാം മൈലിൽ നിന്ന് കൊന്നത്തടി കൂടി നേരെ പൊന്മുടി ഡാമിലേക്ക് പോകണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചുരുക്കം കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും നല്ലതാണ്. എന്താണെങ്കിലും ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ മഴ പെയ്തുകൊണ്ടേ റോഡിലൊക്കെ ഇങ്ങനെ ചെളിമണ്ണൊക്കെ കൂടി കിടക്കുന്നുണ്ട്. നമ്മൾ 5-ാം മൈലിൽ നിന്ന് സഞ്ചരിച്ച് വന്ന വഴി ഇതാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു വെയിറ്റ് ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊന്നത്തടിയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനാണ്. ഇതുവഴി നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് കൊന്നത്തടി ടൗണിലേക്ക് നമുക്ക് പോകണേ. ഇവിടെ നമുക്കൊരു ടൊറി ഷോപ്പിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
തൊടി ഷോപ്പിൽ. അപ്പം ഈ വഴിയിൽ കുറച്ച് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് വെള്ളത്തൂലിന് പോകാൻ പറ്റുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു കവലയുണ്ട്. ആ കവലയിൽ നിന്ന് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു പോയി സ്ട്രെയിറ്റ് പിടിച്ചാൽ പൊന്മുടി ഡാമിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ എന്താണെങ്കിലും അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളിത് കൊന്നത്തടി ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചകൾ കണ്ടതിന് ശേഷം അങ്ങോട്ട് യാത്ര തുടരാം. ഷാപ്പമ്പടി ജംഗ്ഷൻ, അതാണ് ഇവിടുത്തെ പേര് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ കൊന്നത്തടി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ചെറിയ ഒരു കൊച്ച് നൊസ്റ്റാൾജിയൊക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു ഗ്രാമമാണ് കൊന്നത്തടി ഗ്രാമം കേട്ടോ. ഇത് കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ്. ഇവിടെ ധാരാളം ഷോപ്പുകളുണ്ട്. ഏകദേശം ഒരു ഒരു 1/2 കിലോമീറ്റർ നീളത്തിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഗ്രാമമാണ് കൊന്നത്തടി ഗ്രാമം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ കൊന്നത്തടി പഞ്ചായത്ത് ഇരിക്കുന്ന ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കൊന്നത്തടി ഗ്രാമത്തിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കടയിൽ ചേർന്ന കിട്ടി. ചേട്ടാ പേരൊക്കെ ഒന്ന് പറഞ്ഞേട്ടാ. എൻ്റെ പേര് സദാശിവൻ. വീട്ടുപേര് ഇടപ്പറമ്പത്ത്. ഞാൻ മുതിരപ്പുഴ താമസിക്കുന്നു. കൊന്നത്തടിയിലൊരു കച്ചവടമായിട്ടിരിക്കുന്നതാണ്. ഞങ്ങളിവിടെ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് 1948 മുതൽ ഇവിടെ താമസം ആരംഭിച്ചതാണ്. കാടൊക്കെ വെട്ടിത്തെളിച്ച് കുടിയേറ്റ കർഷകരായിട്ടാണ് അച്ഛനും അമ്മയും ഇവിടെ വരുന്നത്. ആൾക്കാരെല്ലാം തൊടുപുഴ, പാല, മുട്ടം സൈഡിൽ നിന്നൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ കയറി പാർത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കപ്പ, വാഴ അങ്ങനെയുള്ള നട്ട് കൃഷികളൊക്കെ ആയിരുന്നു. വീണ്ടും തെങ്ങ് അതുപോലെയുള്ള മറ്റ് കൃഷിയിലേക്ക് കടന്നു. ഇപ്പോൾ റബ്ബർ, കൊക്കോ, ജാതി ഒക്കെയാണ് മെയിൻ കൃഷികൾ. 1948 ആൾക്കാർ ഇവിടെ കുടിയേറിയതാണ്. 48 മുതൽ. ചേട്ടാ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് നമ്മുടെ ഗ്രാമത്തെ ഞങ്ങളുടെ റോഡുകളൊന്നും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നാട് വികസിക്കണമെങ്കിൽ റോഡ് ആദ്യം വികസിക്കണം. റോഡ് വികസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട് വികസിക്കുള്ളൂ. ശരിക്കും ഇതിന് ചുറ്റും ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഒത്തിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ, കൊന്നത്തടി പഞ്ചായത്തിൽ തന്നെ 4-5 ടൂറിസ്റ്റ് മെയിൻ കേന്ദ്രങ്ങളുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൂന്നാറിൽ നിന്നൊക്കെയുള്ള ട്രിപ്പ് ജീപ്പുകൾ 100-500 ജീപ്പൊക്കെ ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിനടുത്ത് വരെ വരുന്നുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് വികസിക്കാനുള്ള യാതൊരു സംവിധാനവും ഗവൺമെൻറ് തലത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, പഞ്ചായത്ത് തലത്തിലും ഉണ്ടായിട്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും പരാജയം വന്നിരിക്കുന്നത്. ശരി, പേരൊന്ന് പറഞ്ഞു. അജയ് കുമാർ എന്നാണ്. ഗ്രീൻലാൻഡ് ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ ഒക്കെ നടത്തുന്നുണ്ട് കൊന്നത്തടിയിൽ. ലൈസൻസ് ആണ്. സർവീസ് ആദ്യകാലത്ത് കുറേയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇല്ലാണ്ടാവുകയില്ല. കോട്ടയം കൊന്നത്തടി വണ്ടി ഉണ്ടായിരുന്നു, അത് നിന്നുപോയി. വൈസമ്മാലി ചെറുതോണി വണ്ടി ഉണ്ടായിരുന്നു, അത് നിന്നുപോയി. അടിമാലി ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം നിൽക്കുക. രാവിലെ 1-2 സർവീസ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. പിന്നെ 1-2 സർവീസ് വൈകുന്നേരവും വരും. ഉച്ച സമയത്ത് ഒരു വണ്ടി യാത്ര ചെയ്യണം നമുക്ക് അസൗകര്യം തന്നെയാണ്. ഓട്ടോയെ ആശ്രയിക്കണം. 80 രൂപ കൊടുക്കണം 5 മൈൽ. 120 രൂപ. ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സഞ്ചാരയോഗ്യമായ വഴിയുണ്ടെങ്കിൽ തന്നെ വാഹനങ്ങൾ കടന്നു വരും. ഇതിപ്പോൾ നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കല്ലാറുട്ടി പാലം കടന്ന് ഇക്കരെ ഒരു പഴയ വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ ടച്ച് ചെയ്ത് പാക്കാലപ്പടി കയറിയിട്ട് കൊന്നത്തടി സ്കൂളിൻ്റെ അതിൽ കയറി മറക്കാനം കയറി നമ്മുടെ മുനിയറയ്ക്ക് വഴി പൊട്ടിച്ചാൽ നല്ലൊരു ബസ് സർവീസ്, നല്ലൊരു വഴി സർവീസ്. അത് ബസ് സർവീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങനെ ഇതെന്താ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അതിന് താല്പര്യം എടുക്കണം. നമ്മളെടുത്തിട്ട് കാര്യമില്ല. അതിനകത്ത് അണികളാണ്. എന്നാൽ അത്യാവശ്യം വലിയൊരു ഗ്രാമമാണ്. പിന്നല്ലേ, നല്ല ഗ്രാമം. എല്ലാ കാര്യങ്ങളും. എത്ര പോപ്പുലേഷൻ ഉണ്ടാവും ഇവിടെ? ഈ ഗ്രാമത്തോടനുബന്ധിച്ച് ഒരു 10,000 ആൾക്കാർ ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. പൊന്മുടി, മരക്കാനം, പൂതകാളി, അങ്ങനെ കണ്ണാടിപ്പാറ, കാക്കാസിറ്റി, ഇങ്ങനെ ഒരു ഗ്രാമം, നല്ലൊരു ഗ്രാമം. അത് ആൾക്കാർക്ക് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് വരാത്തത്. അല്ല, കൊന്നത്തടി ഗ്രാമം എന്ന് വെച്ചാൽ ആദ്യ കാലത്ത് ചിത്രമായിരുന്നു ആളുകൾ കുടിയേറി പാർത്തത്. അത് കഴിഞ്ഞിട്ട് വന്നത് വെള്ളത്തൂല് കഴിഞ്ഞ് കൊന്നത്തടി ഒരു പ്രധാന സെൻ്ററായിരുന്നു. ചിത്രൂരം, വെള്ളത്തൂല്, പിന്നെ കൊന്നത്തടി. അത് കഴിഞ്ഞിട്ടാണ് മുനിയറ, പാർത്തോട്, മുള്ളരിക്കുടി അങ്ങനെയുള്ള ടൗണുകളൊക്കെ ഉണ്ടായത്. മുരിക്കാശ്ശേരി. അതെ, എല്ലാം മെയിൻ ആസാനം. ഒത്തിരി ആളുകൾ പണിയെടുത്തോണ്ട് പണ്ടത്തെ കാലത്ത് തടി വെട്ടാൻ ലോറി അങ്ങനെയുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ കടയിൽ നിന്ന്, ചായക്കടയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും എല്ലായിടത്തും കൊണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ഗ്രാമം ഉണ്ടായത്.
ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഴയ ഒരു ഗ്രാമമാണ് കൊന്നത്തടിയില്ലേ. എന്നാൽ ഇപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ കണ്ടോ, വളരെ മോശമായിട്ടാണ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ റോഡ് നന്നായാൽ തന്നെ ആ നാടും ആ നാട്ടിലെ ടൂറിസവും ഒക്കെ വളർന്നു വരും കേട്ടോ. പക്ഷേ ഇവിടെ അതില്ല എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ഇരിക്കുന്ന ആ ചെറിയ ജംഗ്ഷനിലേക്കാണ്. അവിടെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടോ മനോഹരമായിട്ടുള്ള ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന ആ ചേട്ടൻ്റെ ഹോം സ്റ്റേ ഇതാണ് കേട്ടോ. റൂംസ് അവൈലബിൾ, ഗ്രീൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വില്ലേജ് ഓഫീസാണ്. തൊട്ടടുത്ത് ഈ ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ കൊന്നത്തടി പഞ്ചായത്ത് കാര്യാലയം കേട്ടോ. അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട്. നമുക്ക് ചേട്ടന്മാരോടൊക്കെ ഒന്ന് ചോദിക്കാം. ചേട്ടാ എന്നെ വിളിച്ചിട്ടൊക്കെ തോന്നണേ ഓട്ടോ ഒക്കെ ഉണ്ടോ? ചെറിയ തോതില്ല. എത്ര വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷമായി. ആണോ? ഓക്കെ, നടക്കട്ടെ. ഞങ്ങൾ ഇടുക്കി ചില്ലിസ് യൂട്യൂബ് ചാനൽ ചെയ്തതാണ്. ഇവിടെ നമ്മുടെ കുറേ ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട്, ഓട്ടോ ഒക്കെ ഉണ്ടോ? ഇവിടെ നിന്നാണ് ഈ 2 പേരെ അങ്ങനെ കിട്ടും. അത്യാവശ്യമൊക്കെ ഉണ്ടോ? അതല്ലേ, എല്ലാവരും കൊന്നത്തടിക്കാര്. ആ, നമ്മൾ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് ജംഗ്ഷനിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പേരെന്ന് പറഞ്ഞേട്ടാ? സൺ ഓഫ് ശിവപാർവതി. അപ്പോൾ ചേട്ടൻ്റെ ചാനലൊക്കെ ഒന്ന് നോക്കിയാൽ കേട്ടോ. അപ്പോൾ കാണാം. നമ്മളങ്ങനെ അതെ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ 2ആയിട്ട് വഴി ഇങ്ങനെ പിന്തിരിഞ്ഞ് പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയില്ലേ, ഞാൻ കുറച്ചുകൂടെ കയറിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ചും കൂടെ വ്യക്തമായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ വഴി ഇങ്ങനെ ശരിക്കും പൊന്മുടി ഡാമിലേക്ക് പോകാം. പൊന്മുടി ഡാമിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇതിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ പള്ളി ഉള്ളത്. അതുകൂടാതെ മരക്കാനം വഴി നമുക്ക് പണിക്കൻകുടിയിലേക്കും പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്കൂളുണ്ട് കേട്ടോ. ഇത് പഞ്ചായത്ത് സ്കൂളാണ്, പഞ്ചായത്ത് UP സ്കൂളാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ LP സ്കൂളും ഉണ്ട്, UP സ്കൂളും ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു CSI ചർച്ച്. ഇവിടെ നിന്ന് ഏകദേശം ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ പോകണം CSI ചർച്ചിലേക്ക് കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകുന്നത് നമ്മൾ കൊമ്പടിഞ്ഞാൽ കൂടി പണിക്കൻകുടിയിലേക്കാണ് ഈ വഴി ഇറങ്ങി പോകുന്നത്. അതൊരു അസാധ്യമായ യാത്രയായിരിക്കും കേട്ടോ. അതിലൂടെ നമുക്ക് പോകണം. അത് നമുക്ക് ഇന്ന് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ മാത്രം കാഴ്ചകൾ കാണിച്ച് നമുക്ക് നിർത്താം കേട്ടോ. എന്നാണെങ്കിലും ഈ സ്കൂൾ ഒരു വെറൈറ്റി സ്കൂൾ കേട്ടോ. നല്ല ആംബിയൻസിലിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സ്കൂൾ. ഗവൺമെൻറ് പഞ്ചായത്ത് UP സ്കൂൾ കൊന്നത്തടി എന്നാണ് ഈ സ്കൂളിൻ്റെ നെയിം. ഇത് ഈ ഗ്രാമത്തിലെ ഒരു സർക്കാർ ഹോമിയോ ആശുപത്രിയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ടെമ്പിളും ഉള്ളത് കേട്ടോ. നമ്മൾ കൊന്നത്തടി ഗ്രാമത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്നത് പൊന്മുടി ഡാമിൻ്റെ ഏരിയയിലേക്കാണ്. പക്ഷേ ഡാം നമ്മൾ കാണുന്നില്ല. നമ്മൾ പലവട്ടം ഡാം കാണിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് പൊന്മുടി പള്ളി കാണണം. അതൊരു വെറൈറ്റി കാഴ്ചയാണ്. അത് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ലേ വെള്ളത്തോടുള്ള റൂട്ടിലേക്ക് വരാനുള്ള വഴിയുണ്ട്. അതുവഴി നമുക്ക് വരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇവിടെ നിന്ന് 2ആയിട്ട് വഴി തിരിയാണ്. നേരെ പോകുന്നത് മരക്കാനം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അതൊരു ചെറിയ ഗ്രാമമാണ്. നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് പോകാം. ഇവിടെ നമുക്ക് പോകുമ്പോൾ സെൻറ്റ് മേരീസ് ചർച്ച്, സെൻറ്റ് മേരീസ് ഹൈസ്കൂള്, സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ അങ്ങനെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഈ വഴി ഇങ്ങനെ താഴേക്കാണ് പോകുന്നത് കേട്ടോ. പള്ളി കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സ്കൂളിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് പോകാമല്ലേ. ഇതാണ് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ പൊന്മുടി. അതായത് പൊന്മുടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും കൊന്നത്തടിയിലുള്ള സ്കൂൾ തന്നെയാണ്. എന്നാൽ പൊന്മുടിയിലാണ് ശരിക്കും ഈ സ്കൂൾ പൊന്മുടി സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടുന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പൊന്മുടി ഡാമിൻ്റെ അങ്ങോട്ട്. അപ്പോൾ എന്തേ നോക്കി മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസിലിരിക്കുന്ന ഒരു സ്കൂളാണ് ഇത്. ഹൈസ്കൂളാണ്. നമുക്ക് കുറച്ച് ദൂരം സ്കൂളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ പള്ളിയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നോക്കി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രോട്ടോ ഉണ്ടോ. ശരിക്കും കപ്പലിൻ്റെ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രോട്ടോ. മേലിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്.
അതിൻ്റെ ഒരു സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. കുരുമുളക് ഇടാൻ തീരുമാനിച്ചോ? വീഡിയോ പിടിക്കാണോ? വീഡിയോ പിടിക്കോ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കാഴ്ചകളല്ലേ കാണിക്കണേ? നാട്ടിലെ കാഴ്ച കർഷകരെ കാണിക്കണ്ടേ? ചേച്ചി മുണ്ടൊക്കെ ചേച്ചിനെ അങ്ങനെ പഠിപ്പിക്കണ്ട. ചേട്ടൻ പറഞ്ഞു വെട്ടണോ, മുരിക്കാൻ കയറി വെട്ടണോ. അപ്പൊ അതെ ഇവിടെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കൊടിയിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ നാട്ടിലെ കൃഷിക്കാരാ. ചേട്ടൻ അവിടെ ഇത് മുള്ളില്ലാത്ത മുരിക്ക അല്ലേ ചേട്ടാ? ഇത് മുരിക്ക തന്നെയല്ലേ ചേട്ടാ? ഇത് മുരിക്ക തന്നെയല്ലേ? ഈ മുരിക്കുന്ന ഒരു പേരുണ്ടല്ലോ, ചീമൂരിക്ക. അതായത് മുള്ളുണ്ടാവില്ല. ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്കങ്ങനെ അടുത്ത കാക്ക സിറ്റിയിലേക്ക് പോയാലോ? ചേട്ടാ നമസ്കാരം. ഇത് യൂട്യൂബ് ചാനലാട്ടാ, നമ്മുടെ ഗ്രാമങ്ങളുടെ ഒക്കെ വീഡിയോ കാണിച്ചോണ്ടിരിക്കുക. അത് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് കൂട്ടായി. അല്ലേ? വീട് എവിടെ? പള്ളിസിറ്റി. ഇത് തന്നെ അല്ലേ? ഇപ്പം കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ, ഇടിഞ്ചക്ക മാത്രമല്ല മൂത്ത ചക്കയും ഉണ്ടാവും കേട്ടോ. പൊക്കോട്ടെ. എങ്ങനെ ലോഡായോ? ആയിട്ടില്ല. 2 മണിയാകുമ്പോൾ പോകണ്ടേ? ഒരു 5 മണിയാകുമ്പോഴത്തേക്കും പോകണം. ആണോ? അവിടെ വരുമ്പോഴാണോ? കാലടി ഇടുക്കി ചില്ലീസ്. ഇടുക്കി ചില്ലീസ്. നമ്മളങ്ങനെ അതെ ഈ സ്കൂളിൻ്റെ സൈഡിലേക്കുള്ള വഴിക്കടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ വെള്ളത്തൂല് പോകുന്ന വഴിയിലേക്കാണ് ഇന്ന് ചെന്ന് കയറണേ. കാക്ക സിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവലയുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നല്ല ജാതി കേൾക്കേണ്ട ഇതുണ്ടോ, ഇടിഞ്ചക്കയൊക്കെ പറിച്ച് നമ്മൾ കണ്ട വണ്ടിക്കാരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ബോർഡ് നോക്കിയാൽ അറിയാം കേട്ടോ, ഹൈ റേഞ്ച് സ്പൈസസ് കാക്ക സിറ്റി. അങ്ങനെയാണ് ഈ ഒരു കവലയുടെ പേര്. അപ്പോൾ ഇവിടെ ധാരാളം ഷോപ്പുകളൊക്കെ ഉള്ളതാണ്. ഇതുകൊണ്ടോ ഈ സൈഡും ഷോപ്പുകളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം നമ്മളത് സ്കൂളിൻ്റെ അവിടെ നിന്ന് വന്ന വഴി ഇതാണ്. ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്, അതിനോട് ചേർന്നൊരു ബോർഡുണ്ട്, വെള്ളത്തൂല്, മൂന്നാർ, രാജക്കാട്, അടിമാലി, പൊന്മുടി ഡാം. അപ്പോൾ പൊന്മുടി ഡാം ഇതുവഴി വരുമ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വഴി കയറി പോകണം. ഈ വഴി ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ പൊന്മുടി ഡാമിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു ഓർമ്മ വെച്ചോ, എപ്പോഴെങ്കിലും ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. നമ്മൾ ഈ കാണുന്ന വഴിയില്ലേ ഇത് ശരിക്കും നമ്മൾ വെള്ളത്തൂരിന് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? വെള്ളത്തൂരിന് 2 കിലോമീറ്റർ വരാ. ഇത് 2 കിലോമീറ്ററാണ് വെള്ളത്തൂരിന് ഇവിടെ നിന്നുള്ളൂ കേട്ടോ. നമ്മുടെ ചക്കയെ കൊണ്ട് കണ്ട ചേട്ടന്മാരില്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ, അവർ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടേക്കും കേട്ടോ. അപ്പം അവരെ ഒന്ന് കാണാൻ വേണ്ടി നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നാണ്ട് ചേട്ടാ ചക്കയ്ക്കോ വില ഇടിഞ്ഞോ? ഡിമാൻഡ് പോയി. ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിന്നു പോവോ? മഴക്കാലമായില്ലേ, അതുകൊണ്ട് ഈ കൊല്ലം പൊതുവെ വില വന്നുമില്ല. ഈ കൊല്ലം പൊതുവെ വില വന്നുമില്ല. ഇവിടുത്തെ മുതലാളി ചക്കയുടെ ഇവിടുത്തെ പോലെ ഡൽഹി ഒക്കെ തണുപ്പായതുകൊണ്ട് ചെലവ് കുറവാന്നാ പറഞ്ഞത്. അതിനിടയ്ക്ക് യുദ്ധവും കയറി. കാക്ക സിറ്റിയിലെ മുതലാളിയാണ്. വണ്ടിക്കൂലിയും പണിക്കാശും കഷ്ടി അങ്ങ് മാത്രം. ആ നാട്ടുകാർ നല്ലവരായ നാട്ടുകാർ ചക്കയ്ക്ക് വലിയ വില കൊടുക്കണ്ടാത്തോണ്ട് സഹകരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പറമ്പിന്ന് ഒഴിവാക്കി നല്ലവരായ നാട്ടുകാർ സഹകരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ചിലവരുണ്ട് കടുപ്പടുത്തം പിടിക്കുന്നവരുണ്ട്. കോഴിക്കോട്ട് പ്രദേശ് സെക്രട്ടറിയാ. പേരെന്നാ? ഷൈജു. ചേട്ടന്റെ പേരോ? എന്റെ പേര് സജീവ് കോഴിക്കോട്ട്. ഇവര് ബ്രദേഴ്സ് ആണല്ലേ? മൊത്തം ബ്രദേഴ്സ്. ഇത് ഏറ്റവും ഇളയതാ, മറ്റേ വണ്ടി ഓടിക്കുന്ന നടുക്കിലത്തെ പവർ ഹൗസ് എന്ന് പറയും. അപ്പൊ മുകളിലിരിക്കുന്ന മൂത്ത കോഴി. കോഴി സജി എന്ന് പറഞ്ഞാൽ
അങ്ങനെ അതെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കാക്കാസിറ്റി കണ്ട ചെറിയൊരു വെയിറ്റ് ഷെഡിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നായിട്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? അപ്പം ഒരുപാട് നല്ല കാഴ്ചകൾ, ഒരു ഗ്രാമത്തിൻ്റെതായ വിശേഷങ്ങൾ, അവിടുത്തെ നല്ല ആളുകൾ, നല്ല സ്നേഹമുള്ള ആളുകൾ, അങ്ങനെ തന്നെ പറയണം കേട്ടോ. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ. അപ്പം കൊന്നത്തടി എന്ന് പറയുന്ന ഈ മനോഹര ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തേക്ക് ഇവിടെ പറയുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ പറയുന്നില്ലായിരുന്നു, പക്ഷേ നിങ്ങളുടെ ഓരോ പ്രചോദനമാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണമാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ബൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അധികം താമസിയാതെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.